ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് ഇൻ റിസർച്ച്. റിസർച്ചിലെ എത്തിക്സിൻ്റെ പ്രാധാന്യം. ഈ വിഷയമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ തന്നെ ഒരു 7 മാർക്കിനുള്ള ഒരു ഷോർട്ട് എസ്സേ ആയിട്ടാണ് ഈ ഒരു വിഷയം ചോദ്യമായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ചോദ്യം ഇങ്ങനെയായിരിക്കും വരാൻ സാധ്യത: റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എത്തിക്കൽ നോംസ് ഇൻ റിസർച്ച്. Ethical norms guide responsible and honest scientific research. നമ്മുടെ റിസർച്ചിൻ്റെ എത്തിക്കൽ നോംസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതോടുകൂടി നമ്മുടെ റിസർച്ചിൻ്റെ ഓണസ്റ്റി, വിശ്വാസ്യത വർദ്ധിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസ്യത ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ദ ഹെൽപ്പ് പ്രിസർവ് ദ ക്രെഡിബിലിറ്റി ഓഫ് സയൻസ്. അത് നമ്മുടെ സയൻസിൻ്റെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യതയെ ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസ്യതയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് എത്തിക്സ് എന്നത്. ദേ പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ആൻഡ് വെൽഫെയർ ഓഫ് റിസർച്ച് സബ്ജക്റ്റ്. അതുപോലെ തന്നെ റിസർച്ച് സബ്ജക്റ്റുകളുടെ റൈറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ അവകാശങ്ങളും അതിൻ്റെ വെൽഫെയറിനും അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിനും അല്ലെങ്കിൽ സംരക്ഷണത്തിനും റിസർച്ചിന് എത്തിക്സ് ഉണ്ടായിരിക്കണം. പ്രധാനമായിട്ടും വരുന്നത് ഓണസ്റ്റി, ഇൻ്റഗ്രിറ്റി എന്നുള്ള ആദ്യ രണ്ട് കാര്യങ്ങളാണ്. ഓണസ്റ്റി എന്താണെന്ന് നോക്കാം. റിസർച്ചേഴ്സ് മസ്റ്റ് റിപ്പോർട്ട് ഡേറ്റ, റിസൾട്ട്, മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ട്രൂത്ത്ഫുള്ളി, അവോയ്ഡിങ് ഫാബ്രിക്കേഷൻ ഓർ ഫാൾസിഫിക്കേഷൻ. ദിസ് മെയിൻറ്റെയിൻസ് ട്രസ്റ്റ് ഇൻ സയൻസ്. റിസർച്ചിന് ആദ്യം വേണ്ടുന്നത് ഓണസ്റ്റിയാണ് അല്ലെങ്കിൽ വിശ്വാസമാണ്. ആ വിശ്വാസം എന്ന് പറയുന്നത് ഡേറ്റ റിപ്പോർട്ട് ചെയ്യുന്നതിൽ, റിസൾട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിൽ, ഏത് മെത്തേഡിലൂടെയാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് തുടങ്ങിയവയൊക്കെ ട്രൂത്ത്ഫുള്ളായിട്ട്, സത്യസന്ധമായിട്ട് അവതരിപ്പിക്കുന്നതിനെയാണ് ഓണസ്റ്റി എന്ന് പറയുക. ഇത് ശാസ്ത്രത്തിൻ്റെ, സയൻസിൻ്റെ നിലനിൽപ്പിന് അല്ലെങ്കിൽ വിശ്വാസ്യതയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ഒരു റിസർച്ചറിന് ഉണ്ടായിരിക്കുകയും വേണം. രണ്ടാമത്തത് ഇൻ്റഗ്രിറ്റി. Researchers should follow ethical principles and professional standards, ensuring fairness, transparency, and avoiding biases or conflict of interest. ഒരു റിസർച്ചർ എപ്പോഴും എത്തിക്കൽ പ്രിൻസിപ്പിൾ, അതായത് റിസർച്ചിന് വേണ്ടുന്ന എത്തിക്കൽ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കണം. അത് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സിലായിരിക്കണം ആകാം. അതായത് നമ്മൾ എത്രത്തോളം ഏറ്റവും നന്നായിട്ട് പ്രൊഫഷണലായിട്ട് ഒരു റിസർച്ച് ചെയ്യുന്നു അതിൻ്റെ സ്റ്റാൻഡേർഡിൽ, എൻഷുറിങ് ഫെയർനെസ്, മറ്റുള്ളവരോട് പെരുമാറുന്നതിന് അല്ലെങ്കിൽ മറ്റുള്ളവർ ഇത് അവതരിപ്പിക്കുന്നതിൽ, ട്രാൻസ്പെറൻസി, എത്രത്തോളം സുതാര്യമാണ് നമ്മളുടെ റിസർച്ച്, ഹൈഡ് ചെയ്യാതെ. മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്നതാണെങ്കിൽ പലപ്പോഴും റിസർച്ചുകൾ എന്ത് ചെയ്യപ്പെടും? ഹൈഡ് ചെയ്യപ്പെടും. അപ്പോൾ ഹൈഡ് ചെയ്യാതെ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ആർക്കും എപ്പോഴും പരിശോധിക്കാൻ തക്ക വിധത്തിലുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കാൻ തക്ക വിധത്തിലുള്ള ഒന്നായിരിക്കണം റിസർച്ച്. അവോയ്ഡിങ് ബയാസ് ഓർ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. തെറ്റുകൾ വരുത്താതെ അല്ലെങ്കിൽ ബോധപൂർവമായ തെറ്റുകൾ അല്ലെങ്കിൽ മാനിപ്പുലേഷൻസ് നടത്താത്ത ഒന്നായിരിക്കണം റിസർച്ച്. അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ആർക്കെങ്കിലും പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ടോ പ്രത്യേക പ്രാധാന്യം കൊടുത്തുകൊണ്ടോ സമൂഹത്തിന് പൊതുവായി അല്ലാത്തതോ ആയ റിസർച്ചുകൾ ചെയ്യാൻ ഒരു റിസർച്ചർ നിർബന്ധിതനാകുന്നതിനെയാണ് നമ്മൾ ഇൻ്റഗ്രിറ്റി എന്നതുകൊണ്ട് അർത്ഥമാകും. അതായത് അങ്ങനെ നിർബന്ധിതമാകാൻ പാടില്ല എന്നുള്ളതാണ് ഇൻ്റഗ്രിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൂന്നാമത്തത് ഒബ്ജക്റ്റിവിറ്റി. റിസർച്ചേഴ്സ് മസ്റ്റ് അവോയ്ഡ് ബയാസ് ഇൻ ഡിസൈൻ, ഡേറ്റ അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് പിയർ റിവ്യൂ ടു എൻഷുർ റിസൾട്ട് ഓർ ബേസ്ഡ് ഓൺ ഫാക്ട്സ്, നോട്ട് പേഴ്സണൽ ബിലീവ്സ് ഓർ പ്രഷേഴ്സ്. ഒബ്ജക്റ്റിവിറ്റി അല്ലെങ്കിൽ ഒരു റിസർച്ചറിന് ബയാസ് ഇൻ ഡിസൈൻ, അതായത് ഡിസൈനിൽ മാറ്റം വരുത്താനുള്ള പ്രവണത ഉണ്ടാകാൻ പാടില്ല. ഡേറ്റ അനാലിസിസിൽ മാറ്റം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റ് പ്രഷർ അല്ലെങ്കിൽ ആരുടെയും സമ്മർദ്ദത്തിന് വിധേയനായോ നമുക്ക് റിസർച്ചിൽ മാനിപ്പുലേഷൻ വരുത്താനോ ഇൻ്റർപ്രിട്ടേഷനോ വരുത്താനോ പാടില്ല ഒരു റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം. അത് റിസർച്ചിൻ്റെ എത്തിക്സിലെ പ്രധാനപ്പെട്ട ഒന്നാണ്. അടുത്തത് കെയർഫുൾനെസ്. റിസർച്ചർ ഷുഡ് ബി diligent in their work, ensuring accurate documentation and careful planning to avoid
എറേഴ്സ് ആൻഡ് നെഗ്ലിജൻസ്. ഒരു റിസർച്ചർ എപ്പോഴും വളരെ ഡിലിജൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ വിജിലൻ്റ് ആയിരിക്കണം. അദ്ദേഹത്തിൻ്റെ വർക്കിൽ ആക്യുറേറ്റായിട്ട് ഡേറ്റ എടുക്കുന്നതിൽ, കെയർഫുൾ പ്ലാനിങ്, എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ചെയ്യുന്നതിൽ, എറർ ഒഴിവാക്കുന്നതിൽ, നെഗ്ലിജൻസ്, അതായത് നമ്മളുടെ അലസത മൂലമോ ഒരു റിസർച്ച് മോശമായി പോകാനോ അല്ലെങ്കിൽ ഡേറ്റ കിട്ടാതായി പോകാനോ പാടില്ല. അപ്പോൾ അത്രത്തോളം സൂക്ഷ്മതയോടുകൂടി വിശ്വാസ്യതയോടുകൂടി പ്ലാൻ ചെയ്യേണ്ടുന്ന ഒന്നായിരിക്കണം റിസർച്ച് എന്നത്. ഓപ്പൺനെസ്, ഷെയർ ഡേറ്റ, മെത്തേഡ്സ് ആൻഡ് ഫൈൻഡിങ്സ് ടു എൻഷുർ ട്രാൻസ്പെറൻസി, എനേബിളിംഗ് അതേഴ്സ് ടു വെരിഫൈ ആൻഡ് റെപ്ലിക്കേറ്റ് സ്റ്റഡീസ്. നമ്മളുടെ റിസർച്ച് ഓപ്പൺ ആയിരിക്കണം. അങ്ങനെ ഒരു രീതി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മാനസികാവസ്ഥയുള്ള ഒരാളായിരിക്കണം റിസർച്ചർ. നമ്മളുടെ ഡേറ്റ, നമ്മൾ ഉപയോഗിക്കുന്ന ശാസ്ത്രീയമായിട്ടുള്ള രീതികൾ അല്ലെങ്കിൽ മെത്തേഡുകൾ, നമ്മളുടെ ഫൈൻഡിങ്സ് തുടങ്ങിയവയൊക്കെ മറ്റുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാനും അവർക്ക് കൊടുക്കാനും തയ്യാറാവുന്ന രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഒരു റിസർച്ച്. ആ ഒരു മാനസികാവസ്ഥ കൂടി ഒരു റിസർച്ചറിന് ഉണ്ടായിരിക്കണം. റെസ്പെക്ട് ഫോർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, acknowledge sources correctly and get permission to use others' property, data, tools or information. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നത് ബൗദ്ധിക സ്വത്തവകാശമാണ്. പാരമ്പര്യമായിട്ട് ചില അറിവുകൾ തലമുറകളായിട്ട് കൈമാറി കൊണ്ടുപോകുന്ന പാരമ്പര്യ വൈദ്യന്മാരുണ്ട്, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള അറിവുകളുണ്ട്. ഇത്തരം അറിവുകളിൽ മേൽ നമ്മളൊരു റിസർച്ച് നടത്തുമ്പോൾ ഈ അറിവ് ആരുടേതാണോ അവർക്ക് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് അവരുടെ കൺസെൻറ്റ് വാങ്ങിച്ചുകൊണ്ട് അവരെ വ്യക്തമായിട്ട് അവരിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം അത്തരം മേഖലകളിൽ ഒരു റിസർച്ചർ റിസർച്ച് ചെയ്യാൻ. അടുത്തത് കോൺഫിഡൻഷ്യാലിറ്റിയാണ്. പ്രൊട്ടക്ട് പേഴ്സണൽ ഡേറ്റ, പ്രൊപ്രൈറ്ററി ഇൻഫർമേഷൻ ആൻഡ് പാർട്ടിസിപ്പൻ്റ് ഐഡൻറ്റിറ്റീസ് ടു മെയിൻറ്റെയിൻ ട്രസ്റ്റ്. നമ്മളൊരു പേഴ്സണൽ ഡേറ്റ പലപ്പോഴും ഒരു സമൂഹത്തിലെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ ഒക്കെ ഡേറ്റ, അല്ലെങ്കിൽ രോഗത്തെ സംബന്ധിച്ചുള്ളതാകാം, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിലോ നമ്മൾ എടുക്കുന്ന ഡേറ്റയാകാം. ഇതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ പേഴ്സണൽ ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അവരുടെ പെർമിഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് ഡേറ്റ പബ്ലിഷ് ചെയ്യാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ പാർട്ടിസിപ്പൻ്റ് ഐഡൻറ്റിറ്റീസ്, നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡേറ്റ ആരിൽ നിന്നാണോ എടുക്കുന്നത് അവരുടെയൊക്കെ ഇൻഫർമേഷൻ നമ്മൾ പുറത്തു കൊടുക്കാതെ, അല്ലെങ്കിൽ പുറത്തു കൊടുക്കേണ്ടതല്ലെങ്കിൽ ഒരിക്കലും പുറത്തു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. റെസ്പോൺസിബിൾ പബ്ലിക്കേഷൻ, പബ്ലിഷ് റിസർച്ച് അഡ്വാൻസ് നോളജ് നോട്ട് ഫോർ പേഴ്സണൽ ഗെയിൻ ആൻഡ് എൻഷുർ പ്രോപ്പർ അക്നോളജ്മെൻറ്റ് ഓഫ് ഓൾ കോൺട്രിബ്യൂട്ടേഴ്സ്. നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾക്കായി പേപ്പറുകൾ പബ്ലിഷ് ചെയ്യുന്നതിന് ഉപരിയായിട്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട്, അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് പുതിയ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഒന്നായിരിക്കണം റിസർച്ച് പബ്ലിക്കേഷൻ. അതുപോലെ തന്നെ നമ്മളുടെ കൂടെ വർക്ക് ചെയ്ത വർക്കേഴ്സിനെ സഹായിച്ചവരെ, ഗൈഡിനെ, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സിനെയൊക്കെ അക്നോളജ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളുടെ വർക്കുകൾ പബ്ലിഷ് ചെയ്യപ്പെടേണ്ടുന്നത്. ആരുടെയും സഹായമില്ലാതെ നമ്മൾ വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന് ഒരു ഗൈഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മെൻറ്റർ ഉണ്ടാവും. അതുപോലെ തന്നെ റിസർച്ചിന് സഹായിച്ച ലാബിലോ അല്ലെങ്കിൽ മറ്റ് ഫീൽഡിലോ ഒക്കെ വർക്ക് ചെയ്ത ആൾക്കാരുണ്ടാവും, സഹപ്രവർത്തകരുണ്ടാവും. അവരെയൊക്കെ അക്നോളജ് ചെയ്യണം എന്നുള്ളതാണ് റിസർച്ചിൻ്റെ എത്തിക്സിൽ വരേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. റെസ്പോൺസിബിൾ മെൻറ്ററിങ്, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. സീനിയർ റിസർച്ചർ ഷുഡ് ഗൈഡ് ജൂനിയർ റിസർച്ചേഴ്സ്, ടീച്ചിങ് ദം എത്തിക്കൽ പ്രാക്ടീസസ് ആൻഡ് റെസ്പോൺസിബിൾ റിസർച്ച് മെത്തേഡ്. ഒരു ഗവേഷണ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഗവേഷണ പരിചയം തൊട്ട് താഴെയുള്ള വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ജൂനിയേഴ്സിന് നമ്മുടെ പ്രവർത്തന പരിചയം നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അവരെ നല്ല രീതിയിൽ മെൻറ്റർ ചെയ്യണം. അതുപോലെ എത്തിക്കൽ പ്രാക്ടീസ്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തത് തുടങ്ങിയവയെക്കുറിച്ചുള്ള നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയും റെസ്പോൺസിബിൾ റിസർച്ച് മെത്തേഡ്, നമ്മളുടെ റിസർച്ച് മെത്തേഡിലുള്ള റെസ്പോൺസിബിൾ ഉത്തരവാദിത്വം എന്തൊക്കെ ചെയ്യാൻ പാടില്ല തുടങ്ങിയവയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു മെൻറ്ററിങ് ഒരു സീനിയർ റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ട് വേണ്ടുന്ന മറ്റൊന്നാണ്. ദെൻ റെസ്പെക്റ്റ് ഫോർ കൊളീഗ്സ്, ഫോസ്റ്റർ എ കൊളാബറേറ്റീവ് എൻവയോൺമെൻറ്റ് ബൈ
respecting colleagues' opinions, giving proper credit, and engaging in constructive peer review. നമ്മളൊരു കൂട്ടായ പ്രവർത്തനമാണ് പലപ്പോഴും റിസർച്ച് എന്ന് പറയുന്നത്. ഒരു ലാബിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ എൻവയോൺമെൻറ്റ് റിസർച്ച് ചെയ്യാൻ തക്ക വിധത്തിലുള്ള ഒരു സാഹചര്യം നമ്മളവിടെ ഉണ്ടാക്കിയെടുക്കണം. പലപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വിവിധ ഗൈഡിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന റിസർച്ചേഴ്സ് ഉണ്ടായിരിക്കും. അവരുടെ ലാബുകൾ പലപ്പോഴും വ്യത്യാസമായിരിക്കും. അപ്പോൾ ഒരു ലാബിലുള്ള ഗൈഡ് മറ്റൊരു ലാബിലുള്ള റിസർച്ച് സ്റ്റുഡൻറ്റിനെ അവിടേക്ക് കയറ്റാതിരിക്കുകയോ അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെടുത്താതിരിക്കാനുള്ള സാധ്യതകളാണ് കൂടുതലും കണ്ടുവരുന്നത്. അപ്പോൾ റിസർച്ച് എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഗവേഷണം എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള എൻവയോൺമെൻറ്റ് നമുക്കൊരു നല്ല റിസർച്ച് ചെയ്യാൻ അസാധ്യമാണ് അല്ലെങ്കിൽ സാധ്യമാക്കില്ല. അപ്പോൾ നല്ലൊരു എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുകയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ തേടുകയും അവർക്ക് ക്രെഡിറ്റ് അല്ലെങ്കിൽ ആ അഭിപ്രായങ്ങൾ തേടിയാൽ അവർക്ക് അതിന് ക്രെഡിറ്റ് കൊടുക്കുകയും പിന്നീട് പിയർ റിവ്യൂ നിരന്തരമായിട്ടുള്ള റിവ്യൂ പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ അത് അവതരിപ്പിച്ച് അതിൻ്റെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമായിരിക്കണം റിസർച്ച് എന്ന് പറയുന്നത്. അതാണ് റെസ്പെക്ട് ഫോർ കൊളീഗ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. Researchers should consider the social and environmental impact of their work, aiming to contribute to the public good and avoid harm. നമ്മളുടെ പഠനം എന്ന് പറയുന്നത്, റിസർച്ച് ഗവേഷണം എന്ന് പറയുന്നത് പരിസ്ഥിതിക്ക് ഗുണകരമാകുന്നതും എന്നാൽ പരിസ്ഥിതിക്ക് ദോഷകരമാകുന്നതും ആകാൻ പാടില്ല. അതുപോലെ സമൂഹത്തിന് ഗുണം ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ സമൂഹത്തിലെ സസ്യങ്ങളാകട്ടെ, ജന്തുക്കളാകട്ടെ, മനുഷ്യരാകട്ടെ, ജീവജാലങ്ങളാകട്ടെ അവയ്ക്ക് ഗുണകരമായിരിക്കുന്നതായിരിക്കണം ഒരു റിസർച്ച് എന്ന് പറയുന്നത്. നോൺ ഡിസ്ക്രിമിനേഷൻ. റിസർച്ചേഴ്സ് മസ്റ്റ് പ്രൊമോട്ട് ഇൻക്ലൂസിവിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ബൈ അവോയ്ഡിങ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ റേസ്, ജെൻഡർ, ഏജ്, റിലീജിയൻ, സെക്ഷൽ ഓറിയൻറ്റേഷൻ, ഡിസബിലിറ്റി ഓർ എനി അതർ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മളുടെ റിസർച്ചിൽ, ഗവേഷണത്തിൽ ഒരു ഗൈഡാകാം, ഒരു റിസർച്ച് സ്റ്റുഡൻ്റ് ആകാം. കാസ്റ്റിന്, ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ നിറത്തിൻ്റെയോ ജെൻഡറിൻ്റെയോ ബേസിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കാൻ പാടില്ല. അതുപോലെ ഡിസബിലിറ്റിയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മയുടെ പേരിലോ മറ്റ് സ്വഭാവങ്ങളുടെ പേരിലോ നമ്മൾ റിസർച്ച് പ്രോസസ്സിൽ ഒരു വ്യക്തിയെ ഒഴിവാക്കുന്നത് തെറ്റായിട്ടുള്ള പ്രവണതയാണ്. അത് റിസർച്ച് എത്തിക്സിന് യോജിച്ച ഒന്നല്ല. അടുത്തത് ലീഗാലിറ്റിയാണ്. റിസർച്ചർ മസ്റ്റ് ഫോളോ ഓൾ laws and regulations related to their work, such as those on human and animal research, environmental protection and data privacy. നിയമ അനുസൃതമായിരിക്കണം റിസർച്ച്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് റിസർച്ച് ചെയ്യാൻ പാടുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മളൊരു വനമേഖലയിൽ റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പെർമിഷൻ നമ്മൾ എടുത്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തു നിന്നും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു മെഡിസിൻ ആകട്ടെ, പുതുതായിട്ട് കണ്ടെപ്പെടുന്ന ഒരു ജീവിയാകട്ടെ തുടങ്ങിയവയൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, കടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ റിസർച്ച് എന്ന് പറയുന്നത് നിയമാനുസൃതമായിരിക്കണം. അതുപോലെ മനുഷ്യനോ ആനിമൽസിനോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആകാൻ പാടില്ല. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതായിരിക്കണം. ഡേറ്റ പ്രൈവസി, അതുപോലെ തന്നെ നമുക്ക് സൂക്ഷിക്കേണ്ടുന്ന ഡേറ്റ, ചില രീതികൾ നമ്മളിപ്പം ഹോസ്പിറ്റലുകളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിന്നോ ഒക്കെ എടുക്കുന്ന ഡേറ്റ നമുക്ക് പെട്ടെന്ന് പുറത്തു വിടാൻ പാടില്ലാത്തതാണെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസിക്കോ നിയമത്തിനോ എതിരായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അത്തരം ഡേറ്റ പബ്ലിഷ് ചെയ്യുന്നതിന് പെർമിഷൻ എടുക്കേണ്ടി വരും. അത് അങ്ങനെ സ്വാഭാവികമായിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അതിൻ്റെ പ്രൈവസി കീപ്പ് ചെയ്യണം. ദെൻ ഹ്യൂമൻ സബ്ജക്റ്റ് പ്രൊട്ടക്ഷൻ. ഫോർ റിസർച്ച് ഇൻവോൾവിംഗ് പീപ്പിൾ, researchers must get informed consent, minimize harm and respect participants' rights, dignity and confidentiality. ഹ്യൂമൻ സബ്ജക്റ്റ് പ്രൊട്ടക്ഷൻ, അതായത് മനുഷ്യൻ്റെ അല്ലെങ്കിൽ നമ്മളൊരു മനുഷ്യനിലാണ് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാരിലാണ് പഠനങ്ങൾ നടത്തുന്നതെങ്കിൽ അവരുടെ കൺസെൻറ്റ്, എന്താണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്, ഏത് രീതിയിലായിരിക്കും നമ്മുടെ പഠനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും അവരെ അറിയിച്ചിരിക്കണം. അതുപോലെ റെസ്പെക്ട് പാർട്ടിസിപ്പൻസ്, നമ്മൾ ആരിൽ നിന്നാണോ
ഇൻഫർമേഷൻ എടുക്കുന്നത് അവരെ റെസ്പെക്റ്റ് ചെയ്യണം. ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ അല്ലാതെ മറ്റുള്ളവരിലൂടെയോ ഒരാളുടെ ഇൻഫർമേഷൻ വേറൊരാളിലൂടെ എടുക്കുന്നത് പോലും റിസർച്ച് എത്തിക്സിന് ചേരുന്ന ഒരു പ്രവണതയല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ റൈറ്റ്സും ഡിഗ്നിറ്റിയും കോൺഫിഡൻഷ്യാലിറ്റി നമ്മളുടെ സൂക്ഷ്മമായിട്ട് അത് നമ്മളുടെ കോൺഫിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൈവശം മാത്രം ആ ഡേറ്റ ഇരിക്കുന്നതായിരിക്കും, മറ്റുള്ളവർക്ക് കൈമാറില്ല തുടങ്ങിയ കോൺഫിഡൻഷ്യാലിറ്റി തുടങ്ങിയ വിശദാംശങ്ങൾ ഒരു റിസർച്ച് എത്തിക്സിന് വേണ്ടുന്ന ഒന്നാണ്. അപ്പം ഇതൊരു ഷോർട്ട് എസ്സേയാണ്. 7 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു എസ്സേ ചോദ്യമാണ് റിസർച്ച് എത്തിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എത്തിക്കൽ നോംസ് എന്ന് പറയുന്ന ഈ പാഠഭാഗം. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യം കൊടുത്ത് വേണം ഈ ഒരു വിഷയം നമ്മൾ പഠിക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ ഹെഡിങ്ങും അതിൻ്റെ ബൈ പോയിൻറ്റ്സുമായിട്ട് നമ്മൾ എഴുതിയാൽ തന്നെ 7 മാർക്കിനുള്ള ഉത്തരമായി മാറും. ഇത്രയും വിശദാംശങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. താങ്ക് യു.